നമസ്കാരം. സന്തോഷത്തിൻ്റെ ദിവസമാണ്, സന്തോഷത്തിൻ്റെ മണിക്കൂറുകളാണ്. കാരണം 2020 ലോകകപ്പ് നിലനിർത്താനുള്ള പോരാട്ടം ടീം ഇന്ത്യ അതിഗംഭീരമായിട്ട് തുടങ്ങിയിരിക്കുന്നു. വാങ്കഡെ ചതിച്ചിട്ടില്ല ഇന്ത്യയെ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം അവിടുത്തെ ഏറ്റവും കുറഞ്ഞ സ്കോർ സംരക്ഷിക്കുക എന്ന റെക്കോർഡ് ഒന്നുകൂടി പുതുക്കിയിരിക്കുന്നു ടീം ഇന്ത്യ. അമേരിക്കയ്ക്കെതിരെ 29 റൺസിൻ്റെ ജയം. MSKയും ഹാരിസും ഒപ്പം ചേരുകയാണ്. MSK ആശിച്ച ഒരു തുടക്കം തന്നെയാണ്. ഒരല്പം വെല്ലുവിളി നേരിട്ടു. പക്ഷേ അതൊരു ടീമിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഈ വെല്ലുവിളി ശുഭകരമായ കാര്യം തന്നെയാണ്. കാരണം ടീമിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള അതിജീവനം എങ്ങനെയാണ്, ഒക്കെയും പരീക്ഷിക്കപ്പെട്ട ഒരു മത്സരം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിഗംഭീരം എന്നുള്ള വാക്ക് തിരുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം അതിഗംഭീരമല്ല. കാരണം നമുക്കറിയാം അമേരിക്ക ഒരു കുഞ്ഞൻ ടീമാണ്. അമേരിക്കയിലാണ് ക്രിക്കറ്റ് ആദ്യത്തെ ഇൻ്റർനാഷണൽ മത്സരം നടന്നത് എന്നതൊരു ചരിത്രമാണ്. 1840കളിൽ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അമേരിക്ക എന്ന് പറയുമ്പം ലോക ക്രിക്കറ്റിലെ ഏറ്റവും ക്രിക്കറ്റിൻ്റെ ഭൂമികയിൽ നോക്കുമ്പോൾ അവരൊരു കുഞ്ഞൻ രാജ്യം തന്നെയാണ്. വളരെ കുറച്ച് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. പക്ഷേ അമേരിക്ക ശരിക്കും ഇന്ത്യയെ വിറപ്പിച്ച മത്സരം തന്നെയായിരുന്നു ഇത്. കാരണം ഇന്ത്യയുടെ പുകയ്പെറ്റ ബാറ്റിംഗ് നിരയെ അപ്പാടെ തകർത്തുകൊണ്ടാണ് ഈ അമേരിക്കൻ ബോളേഴ്സ് ഒരു ഘട്ടത്തിൽ ഈ മത്സരത്തിലേക്ക് വന്നത്. നമ്മൾ പലപ്പോഴും പിന്നെ ഈ നമുക്കറിയാം ഇന്ത്യ കഴിഞ്ഞ ടാക്ടിക്സിന് നമ്മൾ പറഞ്ഞിരുന്നു. ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര നേടുന്നു, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള T20 പരമ്പര നേടുന്നു, ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പര നേടുന്നു. അപ്പോൾ ഇന്ത്യ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ ടൂർണമെൻറ്റിലേക്ക് വന്നു. പക്ഷേ അപ്പോഴും നമ്മളെല്ലാം നല്ല രീതിയിൽ പോകുമ്പോഴും സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊരു ദോഷൈക ദൃക്കിൻ്റെ രൂപത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടാക്ടിക്സിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യ ഇന്ന് തകർന്നു. കാരണം ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ ഫസ്റ്റ് ബോൾ ഗോൾഡൻ ഡക്കായിട്ട് പുറത്താവുന്നു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 7-6 മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഗോൾഡൻ ഡക്കാണ്. ഫസ്റ്റ് ബോളിൽ പുറത്താവുന്നു. പലപ്പോഴും അദ്ദേഹം തൊട്ടടുത്ത കളിയിൽ മികച്ച ഫോമിൽ കളിക്കുന്നത് കൊണ്ട് അതങ്ങനെ നോട്ടീസ് ചെയ്യപ്പെടാറില്ല. പലപ്പോഴും സഞ്ജുവിൻ്റെ ഫോം ഔട്ട് തന്നെയാണ് നോട്ടീസ് ചെയ്യപ്പെടാറുള്ളത്. അഭിഷേക് ശർമ്മ മറ്റു കളികളിൽ ആക്രമിച്ചു കളിക്കുന്നതിനൊപ്പം ഈ ഗോൾഡൻ ഡക്ക് അദ്ദേഹം ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്താകുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റിക്സ്, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി മറ്റു ടീമുകളൊക്കെ മനസ്സിലാക്കുന്നു. അതൊരു എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കടന്നിട്ടുള്ളത്. തുടക്കത്തിൽ ഇന്ത്യ ആ ഒരു രൂപത്തിൽ തകരുന്നൊരു ഘട്ടത്തിൽ സൂര്യകുമാർ യാദവിൻ്റെ ഇന്നിങ്സ് തന്നെയാണ് ഈ ഒരു മത്സരം ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ശരിക്കും ഒരു കപിൽ ദേവിൻ്റെ 175 1983 വേൾഡ് കപ്പിലെ ആ ഇന്നിങ്സിനോട് കിട്ടപ്പിടിക്കുന്നൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു സൂര്യ. എനിക്ക് തോന്നുന്നത് 4 T20 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ ആ സെഞ്ചുറിയേക്കാളൊക്കെ വിലയുള്ള ഒരു 80+ ഇന്നിങ്സാണ് ഈ മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. അതെ, കാരണം അദ്ദേഹത്തിൻ്റെ സെഞ്ചുറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഈ സമ്മർദ്ദഘട്ടം ലോകകപ്പിലെ ഫസ്റ്റ് മത്സരമാണ്. ഒരു ഘട്ടത്തിൽ 7 വിക്കറ്റ് 70ൻ്റെ ഉള്ളിൽ 7 വിക്കറ്റ് പോയ ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് സൂര്യകുമാർ യാദവ് അത്രയും പ്രഷറുള്ളൊരു സമയത്ത് കപിൽ ദേവിൻ്റെ 83 ഇന്നിങ്സ് നമുക്കറിയാം. കാരണം 17 റൺസ് എടുക്കുമ്പോഴത്തേക്കും 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു. സുനിൽ ഗവാസ്കറും ശ്രീകാന്തും അതുപോലെ യശ്പാൽ ശർമ്മയും സന്ദീപ് പട്ടേലൊക്കെ ഔട്ടാവുന്ന ഒരു ഘട്ടത്തിൽ സിംബാബ്വെക്കെതിരെയായിരുന്നു. അപ്പോൾ സിംബാബ്വെക്കെതിരെ സിംബാബ്വെ ഒരു കുഞ്ഞൻ രാജ്യമായിരുന്നു. അതേപോലെ അമേരിക്കയും ഒരു കുഞ്ഞൻ രാജ്യമായിരുന്നു. അപ്പം അവർക്കെതിരെ നാണം കെടും എന്ന രൂപത്തിൽ, അതായത് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ നാണം കെടും എന്ന രൂപത്തിൽ കപിൽ ദേവ് അന്നൊരു ഒരു മാമോത്ത് ടോട്ടൽ 175, അതെ 175 ഇന്നിങ്സ് കാഴ്ചവെച്ചതുപോലെ തന്നെ ഇപ്പം ഇന്ത്യക്ക് ലഭിച്ചതിൽ 50%-ലധികം റൺസും നേടിയിരിക്കുന്നത് സൂര്യയുടെ ബാറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സൂര്യ ഔട്ട് ഓഫ് ഫോം അല്ല, ഞാൻ ഔട്ട് ഓഫ് റൺസാണെന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് കൃത്യമായി മനസ്സിലായൊരു ഇന്നിങ്സ് ആയിരുന്നു. സൂര്യയുടെ ആ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ തീർച്ചയായും ഈ മത്സരത്തിൽ അടിയറവ് പറഞ്ഞേനെ എന്ന് തന്നെയാണ്. ക്യാപ്റ്റൻസ് നോക്ക് ഹാരിസ്. ഇത് പറയുമ്പം ഞാൻ ആദ്യം പറഞ്ഞ അതിഗംഭീര ജയമെന്ന് പറഞ്ഞ ടീമിൻ്റെ ആസ്പെക്റ്റിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഈസി ആയിട്ടൊരു വിന്നല്ല. അത് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്, ഓപ്പണിംഗ് മുതലേ ഉള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടി വരും. 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഓപ്പൺ ചെയ്യുന്നതിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് ഫസ്റ്റ് ഓവറിൽ തന്നെ നേത്രവൽക്കറിൻ്റെ ബൗളിങ്ങിൽ തന്നെ നമുക്കത് വ്യക്തമായിട്ടുണ്ട്. ഇഷാൻ കിഷൻ്റെ ആദ്യം 3 പന്തുകൾ നേടുന്നതിൽ കാണിച്ച ഒരു ചെറിയ വെല്ലുവിളി പോലെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് തുടങ്ങുന്നു. ഒരു തുടക്കം ഒരു ഗോൾഡൻ ഡക്കിലേക്ക് പോകുന്നു. അതിനുശേഷം അതിജീവനം വരുന്നില്ല. പക്ഷേ ക്യാപ്റ്റൻസ് നോക്കിലൂടെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ അവിടെ നയിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നു. ഇതിനകത്തിപ്പോൾ ഇന്നത്തെ മത്സരം ടീം എങ്ങനെയായിരിക്കും വിലയിരുത്താൻ പോകുന്നത്? അതായത് ഓപ്പണിംഗ് തുടങ്ങി ഓരോ ഘട്ടത്തിലുമുള്ള പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ ടീമിനൊരു ഘടനയിലുള്ള മാറ്റം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? പക്ഷേ ഇത് നിലനിൽക്കാനാണോ സാധ്യത? ഘടനയിലൊന്നും ഇനി മാറ്റം വരുത്താൻ എന്തായാലും കഴിയില്ല. കാരണം ഇനി ഓപ്പണിംഗ് സ്ലോട്ട് പൊളിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതൊരിക്കലും സാധ്യമാവില്ലല്ലോ. ഇതിൽ ഈ ഷാൽക്കിക്ക് അതുപോലെ തന്നെ മുഹമ്മദ് മുഹ്സിൻ
ഇങ്ങനെ കുറേ പേരുകളൊന്നും നമ്മൾ ഇതുവരെ ലോക ക്രിക്കറ്റിൽ കേട്ടിട്ടില്ലാത്ത കുറേ പേരുകളാണ്. അവരൊക്കെ 8ന് താഴെ എക്കോണമി എന്ന് പറഞ്ഞാൽ ഒരു പവർ പ്ലേ ഒക്കെ കഴിയുന്ന സമയത്ത് 70നും 80നും മുകളിലൊക്കെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ന്യൂസിലൻഡിനെതിരെയും ഒക്കെ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ അമേരിക്കയെ പോലെ നേരത്തെ MSK പറഞ്ഞതുപോലെ ലോക ക്രിക്കറ്റിൽ അങ്ങനെ ഇത്തിരി കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇവർ വരവറിയിച്ചതാണ്. സന്നാഹ മത്സരത്തിൽ 2 കളിയിൽ ഇന്ത്യക്കെതിരെ 200 റൺ സ്കോർ ചെയ്തവരാണ്. ന്യൂസിലാൻഡിനെതിരെ കളി തോറ്റിട്ടും 200ന് മുകളിൽ സ്കോർ ചെയ്ത ടീമാണ് അമേരിക്ക എന്ന് ഓർക്കണം. ആ ടീമിൽ നമ്മൾ ഈ കളിയിലേക്ക് എടുക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച ബോളിംഗ് പെർഫോമൻസ് വന്നിട്ടുള്ളത് പിന്നെ ഇന്ത്യയുടെ ആസ്പെക്ട്സിൽ നോക്കുമ്പോൾ ഇന്ത്യ ആണെങ്കിലും ഇന്ത്യയെപ്പോലൊരു ടീമിനെതിരെ അമേരിക്ക നടത്തിയ ബോളിംഗ് പ്രകടനത്തെ നമ്മൾ എടുത്തു പറഞ്ഞാൽ മതിയാവും. പിന്നെ പവർ പ്ലേ അടിക്കുന്ന സമയത്ത് 48 മറ്റോ റൺസാണ് ഇന്ത്യക്കുള്ളത്. 4 വിക്കറ്റ് പോയിട്ടുണ്ട്. ആ ഷാൽക്യുക്ക് എറിഞ്ഞ ഒരൊറ്റ ഓവറിലാണ് ഇഷാൻ കിഷൻ പോകുന്നത്, തിലക് വർമ്മ പോകുന്നത്, ശിവൻ ദുബെ പോകുന്നത്. പിന്നെ പേസ് വേരിയേഷനുകൾ വരുന്ന സമയത്ത് അതിന് മുന്നിൽ മുട്ടിടിക്കുന്ന ടോപ്പ് ഓർഡർ നമ്മൾ ശരിക്ക് എക്സ്പോസ്ഡ് ആയൊരു ദിവസമാണിത്. ഇനി പിന്നെ അമേരിക്കൻ ബോളർമാരെ മുമ്പ് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ശിവൻ ദുബെ പുറത്തായ ബോളൊക്കെ ശ്രദ്ധിക്കണം. വളരെ ഒരു സ്ലോവർ ഡെലിവറിയിൽ എങ്ങനെയാണ് അത് നേരിടേണ്ടത് എന്നറിയാതെ ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് കളിക്കേണ്ട ഒരു സമയമായിരുന്നു അത്. പിന്നെ 3 വിക്കറ്റൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഒന്ന് പതിഞ്ഞ താളത്തിൽ തുടങ്ങുക. ഇതിൽ മറ്റൊന്ന് എടുത്ത് പറയേണ്ടത് സൂര്യ 50 റൺസ് എടുത്തിട്ടുണ്ടെങ്കിലും 15 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഈസി ക്യാച്ച് വിട്ടുകളയുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾ 160 പിന്നെ അവസാനം ആകെ ഈ നേത്രാവൽക്കർ മാത്രമാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് ഇരിക്കുന്ന സമയത്ത്. പിന്നെ ടൂർണമെൻറ്റിന് മുമ്പ് നമ്മൾ ടാക്ടിക്സ് ഇരുന്ന സമയത്ത് അവർക്കിടയിൽ ഭയക്കേണ്ട ആളുകളിൽ ഒന്ന് നേത്രാവൽക്കറാണെന്ന് പറയുകയും കഴിഞ്ഞ ടൂർണമെൻറ്റിൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്ത് നേത്രാവൽക്കറാണെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഇന്ന് അവർക്കിടയിൽ ഏറ്റവും കൂടുതൽ റൺസ് വിട്ട് നൽകിയത് നേത്രാവൽക്കറാണ്. ബാക്കി എല്ലാവരും 8ന് താഴെ എക്കോണമി ഉള്ളവരാണ്. അതായത് 2007 ശേഷമുള്ള ഒരു റെക്കോർഡ് അത് ആരുടെ പേരിലാണെന്നറിയോ? T20 ഏറ്റവും കൂടുതൽ റൺസ് വിട്ടുകൊടുത്ത ഒരു മത്സരത്തിൽ റൺസ് വിട്ടുകൊടുത്തത് റെക്കോർഡ് സനത് ജയസൂര്യയുടെ പേരിലായിരുന്നു, 64 റൺസ്. അതാണിപ്പോൾ നേത്രവൽക്കർ. അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നേത്രവൽക്കർ മുംബൈക്ക് വേണ്ടി കളിച്ച താരം. മുംബൈക്ക് വേണ്ടി മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, മുംബൈ ടീമിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ അഗാർക്കറും സഹീർ ഖാനും ഒക്കെ തിളങ്ങി എന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ടീമിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം 2015 അദ്ദേഹം ഈ ക്രിക്കറ്റ് മതിയാക്കി വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിന് പോയി പിന്നീട് അവിടെ കളിച്ച് വന്ന കാര്യമാണ്. അദ്ദേഹം ആഗ്രഹിച്ചൊരു കാര്യം സ്വന്തം ഗ്രൗണ്ട്, അദ്ദേഹത്തിന് സ്വന്തം ഗ്രൗണ്ടാണ് വാങ്കഡെ. അപ്പോൾ അവിടെ ഒരു മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന ഓവറിലെ ആ ഒരു 2 സിക്സുകളും 2 ഫോറും അത് കാരണമുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ അവരുടെ 2 ബോളർമാർക്ക് പരിക്കേൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എക്കോണമി നന്നായി കുറഞ്ഞു എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൊഹ്സിൻ ഖാനോ മറ്റോ അലിഖാനും ശുഭൻ രാജനെ ഇവർക്ക് 2 പേർക്കും 4 ഓവർ പൂർത്തിയാക്കി എറിയാൻ കഴിഞ്ഞിട്ടില്ല. 2 ഓവറാണ് എറിയുന്നത്. അവർ 2 പേരും 6 താഴെ എക്കോണമി ഉള്ളവരായിരുന്നു. അപ്പോൾ ഗതികെട്ടിട്ട് നേത്രാവൽക്കർക്ക് കൊടുക്കേണ്ടി വരികയാണ്. ആ ഓവറിനെ ശരിക്കും സൂര്യ യൂട്ടിലൈസ് ചെയ്യായിരുന്നു കണ്ടത്. സൂര്യകുമാർ യാദവിൻ്റെ ആ ക്യാച്ച് എങ്ങാനും എടുത്തിരുന്നെങ്കിൽ ഈ കളിയുടെ വിധി മറിച്ചൊന്നായി പോയതാണ്. പിന്നെ ഫീൽഡിൽ നല്ല മികച്ച പ്രകടനങ്ങൾ അമേരിക്ക കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ചില ഘട്ടങ്ങളിൽ അവർക്ക് ഇഷാൻ കിഷൻ്റെ ഒരു ക്യാച്ച് 10 ഓവറിന് ശേഷം അവർ ഫീൽഡിൽ ലൂസായി തുടങ്ങി. അതെ, അതായത് 9 ഓവർ വരെയൊക്കെ ഇന്ത്യയുടെ റൺ റേറ്റ് 6ന് മുകളിലേക്ക് കടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഹോട്ട് ഫേവറേറ്റുകളായി ടൂർണമെൻറ്റിൽ എത്തുന്ന ഇന്ത്യക്ക് 9ാം ഓവറിൽ ലോക ക്രിക്കറ്റിൽ അധികം പിന്നെ മേൽവിലാസങ്ങളില്ലാത്ത USA പോലെ ഒരു ടീമിനോട് 9ാമത്തെ ഓവറിൽ നമുക്ക് പിന്നെ 6 മുകളിൽ റൺ റേറ്റ് കടക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. 2 ഈ കളിയിലെ ഏറ്റവും മികച്ച പാർട്ട്ണർഷിപ്പ് ഉയർത്തിയിട്ടുള്ള USA ആണ്. അവരുടെ സഞ്ജയ് പിന്നെ മിലിന്ദും സഞ്ജയ് കൃഷ്ണ, അതായത് ഈ കളിയിലെ ഏക 50 പാർട്ട്ണർഷിപ്പ് അവരുടേതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതായത് ഈ ഗ്രൂപ്പിനെ വെച്ചിട്ട് പറയുന്ന സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയുള്ള മത്സരം ബഹിഷ്കരിക്കുന്നു. പാകിസ്ഥാൻ ഇന്ന് നെതർലാൻഡ്സിനോട് ജയിച്ചത് എങ്ങനെയാണ് നമുക്കറിയാം. അതിൽ അവസാനത്തെ ആ ക്യാച്ച് മിസ്സായില്ലായിരുന്നു എങ്കിൽ പിന്നെ നെതർലാൻഡ്സ് ഈ കളി പിടിച്ചന്നെ അവർ USA നേരിടാനുണ്ട്. ഇന്ത്യക്കെതിരെ അവർ മത്സരം ബഹിഷ്കരിക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ചിലപ്പോൾ USAയും ഇന്ത്യയുമായിരിക്കും പിന്നെ അതെ മരണ ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയുകയും അവസാനം ഇവിടെ പാകിസ്ഥാൻ പുറത്താവുന്ന ഒരു ഗതിയിലേക്ക് ചിലപ്പോൾ ഈ ടൂർണമെന്റ് ആകെ ഗതിമാറി ഒഴുകുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി പേസ് ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ബുംറയ്ക്ക് എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മുഹമ്മദ് സിറാജ് ടീമിലേക്ക് വരുന്നു. ഈ അവസരങ്ങൾ എങ്ങനെ കിട്ടുന്നതിനെ വിനിയോഗിക്കാം എന്നുള്ളതിൻ്റെ മറ്റൊരു പാഠം കൂടിയാണ്. ഇഷാൻ കിഷനെ മാറ്റി നിർത്തിയാൽ മറ്റൊരു പാഠമാണ് ഇന്നത്തെ മത്സരത്തിൽ മുഹമ്മദ് സിറാജ്. അദ്ദേഹം 19 മാസമായി T20 ക്രിക്കറ്റ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് നേരെ ലോകകപ്പ് ടീമിലേക്കാണ് വരുന്നത്. അവിടെ അവസരം കിട്ടുന്നു, അദ്ദേഹം 3 വിക്കറ്റുകൾ നേടുന്നു. എന്താണ് ഈ സിറാജ് DSPയുടെ ആ ഒരു
പെർഫോമൻസിനെ പറ്റി എങ്ങനെയാണ് പറയുക? ശരിക്കും ഈ ഹർഷിത് റാണയ്ക്ക് പരിക്കേൽക്കുമ്പോൾ ടീമിലേക്ക് വരേണ്ടയാളാണോ സിറാജ് എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി കിടക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഫസ്റ്റ് ഓപ്ഷനായി ഫസ്റ്റ് വരേണ്ട ആളാണ് ഓപ്ഷനായിട്ട് യഥാർത്ഥത്തിൽ സിറാജ്. ഉം. പക്ഷേ ഹർഷിത് റാണയെ പോലെ ഹർഷിത് റാണെ എന്തുകൊണ്ടാണ് ടീമിൽ ഉൾപ്പെടുത്തുന്നത്? 8 ബാറ്റിംഗ് ഓപ്ഷൻ നമ്മുടെ ടീമിൽ ഇപ്പോൾ ഉണ്ട്. ഇന്നത്തെ ഉണ്ട്. മത്സരത്തിൽ 8 ബാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അക്സർ ഇത് പട്ടേൽ വരെ അതെ, ബാറ്റിംഗ്. അക്സർ പട്ടേൽ വരെ ബാറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇത് കൂടാതെ ഹർഷിത് റാണയെ കൂടി ടീമിൽ കുറ്റിനിറക്കേണ്ട ആവശ്യമുണ്ട് എന്നുണ്ട്. ഇപ്പോൾ ഗൗതം ഗംഭീർ ഗംഭീർ കോട്ടയാണല്ലോ അദ്ദേഹം. അപ്പോൾ മുഹമ്മദ് സിറാജിന് ഇതുപോലെയും നേരത്തെയും മുഹമ്മദ് സിറാജിന് വിശ്രമം നൽകി എന്ന് പറയുകയും വിശ്രമം നൽകിയ മുഹമ്മദ് സിറാജ് പോയിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വിശ്രമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പുകമറയാണ്. അതിൻ്റെ അപ്പുറത്ത് നിർത്തിയിട്ട് ചില ആളുകളെ ടീമിലേക്ക് കുത്തി ഹർഷിത് റാണയോ മുഹമ്മദ് സിറാജോ എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും മുഹമ്മദ് സിറാജ് എന്ന് പറയേണ്ട അടുത്ത് ഹർഷിത് റാണയ്ക്ക് പരിക്കേൽക്കുമ്പോൾ മുഹമ്മദ് സിറാജ് ടീമിലേക്ക് വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതുപോലെ ആയിരുന്നു കഴിഞ്ഞ തവണ മുഹമ്മദ് ഷമി ടീമിൽ ഉണ്ടായിട്ടും മുഹമ്മദ് ഷമി ഹാർദിക് പാണ്ഡ്യയ്ക്ക് മറ്റോ പരിക്കേറ്റിട്ടാണ് മുഹമ്മദ് ഷമി വരുന്നത്. പിന്നീട് 2023 ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ട് അദ്ദേഹം മാറുന്നുണ്ട് 2023 ലോകകപ്പിൽ നമ്മൾ കാണുന്നത്. മുഹമ്മദ് സിറാജ് പവർ പ്ലേയിൽ പ്രത്യേകിച്ച് അദ്ദേഹം പവർ പ്ലേയിൽ ഹർഷദീപ് സിംഗും മുഹമ്മദ് സിറാജും പവർ പ്ലേയിൽ നന്നായി എറിയുന്നു. 4 ഓവർ കഴിയുന്ന സമയത്ത് അവർക്ക് അധികം മുഹമ്മദ് സിറാജിൻ്റെ ആദ്യത്തെ ഓവറിൽ 6 ഒക്കെ അടിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഓവറിൽ മറ്റേ 6 അടിക്കുന്നുണ്ട്. പക്ഷേ ആ ഓവറിൽ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നുണ്ട്. അക്സർ പട്ടേൽ നന്നായി പന്തെറിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മിലിന്ദ് കുമാർക്ക് നന്നായി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഓവറിൽ 2 വിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ നിർണായകമായ ഓവറുകൾ വരുന്നുണ്ട്. വരുൺ ചക്രവർത്തി എറിയുന്ന നന്നായിട്ട്. അപ്പോൾ ബോളിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് അമേരിക്കയെ പോലൊരു ടീമായതുകൊണ്ടായിരിക്കണം, പക്ഷേ അവരെ നമ്മൾ എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ കുറേയധികം ദൃഷ്ടാന്തങ്ങൾ അവർക്കിടയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പവർ ഹിറ്റുകൾ പലതും നമ്മൾ കാണുന്നുണ്ട്. വാങ്കഡയെ പോലെ ഇങ്ങനെ ആരവങ്ങൾ മുടങ്ങേണ്ട ഒരു ഗാലറി കുറേ സമയം നിശബ്ദമായി കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്ലാറ്റ് പിച്ചാണ്, നന്നായി റൺ എടുക്കാൻ പോകുന്നു, 300 റൺസ് ഇന്ത്യ അടിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ നമ്മൾ 160 ഒതുങ്ങുന്നു. പക്ഷേ ഈ ലോകകപ്പിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു T20 മത്സരം കുറച്ചുകൂടി ആവേശകരമാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു സ്കോർ പാറ്റേൺ നല്ലതല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ 200-200-അപ്പുറമുള്ള സ്കോർ വരികയാണോ അതോ ഇങ്ങനെ ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ വരുന്നതാണോ നല്ലത്? അല്ല, കളി എപ്പോഴും ആവേശകരമാവണം എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇത് എനിക്കൊന്ന് ശരിക്കും ഈ ഒരു രീതി നോക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ ലോ സ്കോറിംഗ് മാച്ചുകൾക്ക് ഒരു 160-180 റൺസിൻ്റെ ഇടയ്ക്കുള്ള മാച്ചുകൾക്ക് ഭയങ്കര ആവേശമുള്ള ഒരു മത്സരം ജനിപ്പിക്കാൻ കഴിയും. ആവേശം ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങളിൽ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് 200-ന് മുകളിൽ റൺസ് നേടി ഇരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് നമുക്ക് ഈ ഒരു 160, അതും USA പോലുള്ള ഒരു രാജ്യത്തിനെതിരെ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതിൽ ഇപ്പോൾ സിറാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. സിറാജ് ഇന്ത്യയുടെ ഈ ഫസ്റ്റ് 6 ഓവേഴ്സ്, അതായത് പവർ പ്ലേ മുഴുവനായിട്ടും ഈ അർഷദീപും സിറാജും മാത്രമാണ് എറിഞ്ഞത്. അവർ 3 ഓവർ വെച്ചിട്ട് എറിഞ്ഞു. 2012 ശേഷമാണ് ഇങ്ങനെ 2 ബോളേഴ്സ് തന്നെ പവർ പ്ലേയിൽ എറിയുന്നത്. 2012 സഹീർ ഖാനും ഇർഫാൻ ബത്താനും ചേർന്നിട്ട് ശ്രീലങ്കയ്ക്കെതിരെ 6 ഓവർ ഫസ്റ്റിലത്തെ 6 ഓവർ പവർ പ്ലേ മുഴുവനായിട്ട് എറിഞ്ഞിരുന്നു. അപ്പം സിറാജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഉണ്ടായ ഒരു അത്ഭുതമാണ്. കാരണം സിറാജ് ഈ വേൾഡ് കപ്പ് കളിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാന നിമിഷം ഹർഷിത് റാണയ്ക്ക് പരിക്കേൽക്കുന്നു. അത് ഒരു അനുഗ്രഹമാവുന്നൊരു കാഴ്ചയാണ്. ഇപ്പം നേരത്തെ ഈ ഹാരിസ് സൂചിപ്പിച്ച പോലെ ഷമി വന്നതുപോലെ തന്നെ സിറാജിൻ്റെ പന്തുകളും സിറാജിൻ്റെ ഒരു ആവേശം, അദ്ദേഹം ഗ്രൗണ്ടിൽ ഒരു ടോട്ടൽ ക്രിക്കറ്റാണ് കളിക്കുന്നത്. ഇടയ്ക്ക് ഡൈവ് ചെയ്തു, മുഴുനീള ഡൈവ് ചെയ്തിട്ട് ഫീൽഡിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. മൊത്തത്തിലൊരു എനർജി, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രഷ് എനർജി ടീമിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ലോ സ്കോറിംഗ് മാച്ചുകൾക്ക് എപ്പോഴും ആവേശമുണ്ട്. പക്ഷേ ഇനിയും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വലിയ സ്കോറിലേക്ക് വരട്ടെ. നോക്കുന്ന സമയത്ത് ആഗോളതലത്തിൽ ക്രിക്കറ്റ് വളരുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചനകളുണ്ട്. പ്രത്യേകിച്ച് USA, അതിലെത്ര USA പൗരന്മാരുണ്ട് എന്നുള്ളതൊക്കെ USA പൗരന്മാരല്ലേ, അതായത് അമേരിക്കക്കാർ എത്ര പേരുണ്ട്, ഇന്ത്യൻ വംശജരായ ആളുകളെ കുത്തിറച്ചൊരു ടീമാണ് എങ്കിൽ പോലും അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങൾ ക്രിക്കറ്റിന്റെ ഭൂമികയിൽ വളരുന്നു എന്നുള്ളതൊരു ശുഭസൂചന. അമേരിക്കയിലാണ് ക്രിക്കറ്റ് തുടങ്ങിയത്. മൈറ്റി ഇന്ത്യൻസും മൾട്ടി കൾച്ചറൽ അമേരിക്കയും തമ്മിലുള്ള പോരാട്ടമെന്നാണ് ഈ മത്സരത്തെ വിശേഷിപ്പിച്ചത്. അതിൽ 4 ഇന്ത്യക്കാരുണ്ട്. ശുഭം രഞ്ജാനയുണ്ട്, നേത്രവൽക്കറുണ്ട്, ഒപ്പം നേരത്തെ പറഞ്ഞ 2 താരങ്ങൾ കൂടിയുണ്ട്. അപ്പം അവരുടെ കോച്ച് ഒരു ശ്രീലങ്കൻ പ്ലെയറാണ്. 3 പാകിസ്ഥാനി താരങ്ങളുണ്ട് പാകിസ്ഥാൻ ടീമിൽ. സൗത്ത് ആഫ്രിക്കക്കാരനാണ്. ഇത് നോക്കുമ്പം കൃത്യമായിട്ടുള്ളൊരു എഡ്ജ് മുംബൈ കളിച്ച് ഇന്ത്യയിൽ കളിച്ച് ശീലമുള്ള IPL അടക്കം കളിച്ച താരങ്ങളുടെ ഒരു പങ്ക് കൂടി ഇന്നത്തെ പോരാട്ടത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് മുതൽക്കൂട്ടാണെന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ ടീമിലേക്ക് വരികയാണെങ്കിൽ ഇനി അടുത്തെടുത്ത് പറയേണ്ട ഒരു പേര് വരുൺ ചക്രവർത്തിയുടെ തന്നെയാണെന്ന് തോന്നുന്നു. നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം എങ്ങനെ ബ്രേക്ക് ത്രൂ നൽകുന്നു എന്നുള്ളത് നമ്മൾ
ICC ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം കണ്ടു. അന്നും നിർണായകമായിട്ടുള്ള വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയെ ചാമ്പ്യൻ പട്ടത്തിലേക്ക് ഇന്ന് ഈ ടൂർണമെൻറ്റിലും അദ്ദേഹത്തിന് നിർണായകമായ റോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ മിലിന്ദിനെ പുറത്താക്കിയ പന്തെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യത്തിൻ്റെ അകമ്പടിയോട് കൂടിയാണ്. ആ വിക്കറ്റ് കിട്ടുന്നത് വിക്കറ്റ് കീപ്പിങ്ങിലെ ഒരു ഇഷാൻ കിഷൻ പ്രശ്നങ്ങൾ കൂടി അത് ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഇഷാൻ കിഷൻ എങ്ങനെ ഇന്ത്യയെ വിക്കറ്റ് കീപ്പിംഗ് ചെയ്തുകൊണ്ട് വിക്കറ്റ് കാത്തുകൊണ്ട് വിക്കറ്റിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ടൂർണമെൻറ്റിൽ നയിക്കും എന്നുള്ളത് ഒരു വലിയ ആ ചോദ്യചിഹ്നമാണ്. അത് സമയം ഫീൽഡിൽ സഞ്ജു ഉണ്ട്. അതേസമയം അല്ല, കഴിഞ്ഞ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിലെ അവസാന മത്സരത്തിൽ തന്നെ ഇഷാൻ കിഷന്റെ വിക്കറ്റ് അതെ, കീപ്പിംഗ് അതെ. കുറച്ച് ചർച്ചകളുണ്ടായിരുന്നു. കാരണം ആ മത്സരത്തിലും അദ്ദേഹത്തിന്റെ വിക്കറ്റ് കീപ്പിംഗ് അദ്ദേഹത്തിൻ്റെ കൈകൾ ചോരുന്നുണ്ട്. ചോരുന്ന കൈകളായിരുന്നു. അതൊരു കാരണം കഴിഞ്ഞ മത്സരത്തിലെ ഇതേപോലെ ഈ ലോ ചർച്ച സ്കോറിംഗ് മാച്ച് പിറക്കുന്ന മത്സരങ്ങളാണെങ്കിലും വിക്കറ്റിന് പിന്നിലൂടെ പോകുന്ന പന്തുകൾ, ബൈ ആയി പോകുന്ന റൺസുകൾ ഒക്കെ നിർണായകമാക്കും. അപ്പോൾ ഒരു ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് സഞ്ജു തന്നെയാണ്. സഞ്ജുവിന് ഏത് ഘട്ടത്തിൽ ടീമിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു 3 മത്സരം ഇഷാൻ കിഷൻ പരാജയപ്പെടുകയാണെങ്കിൽ സഞ്ജുവിനെ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോകകപ്പിൻ്റെ 2020 ലോകകപ്പിൻ്റെ അവസാന മത്സരം ഫൈനലിൽ ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. രോഹിത് പക്ഷേ ശർമ്മ 10 മിനിറ്റിന് മുമ്പ്, ടോസിന് 10 മിനിറ്റ് മുമ്പാണ് രോഹിത് ശർമ്മ വന്ന് പറയുന്നത് താങ്കൾ ടീമിലില്ല. എന്നിട്ട് 10 മിനിറ്റ് രോഹിത് ശർമ്മ തന്നോടൊന്ന് സംസാരിച്ചു, താങ്കൾ ഇല്ലാത്ത കാരണം പറഞ്ഞു എന്നൊക്കെ സഞ്ജു പറയുന്നുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ ടീമിൻ്റെ രീതികൾ വെച്ചിട്ട്. അപ്പോൾ ഇനിയുള്ള ഓപ്ഷൻസ് എന്താണ്? കാരണം ഈ ഒരു ടീം അവസാനം ഫൈനൽ വരെ എത്തുകയാണെങ്കിൽ അതുവരെ കളിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അതിൽ ഈ ടീം കോമ്പിനേഷൻ മാറ്റുക എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ തിരിച്ചു വരുന്ന സമയത്ത് ഈ 3 വിക്കറ്റ് എടുത്ത സിറാജിനെ നമുക്ക് പുറത്തിരുത്തേണ്ടി വരും എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ഇനി ഇന്ത്യക്ക് സിമ്പിളായിട്ട് പിന്നെ ഗ്രൂപ്പ് കടക്കാൻ കഴിയും. നെതർലാൻഡ്സും പിന്നെ നമീബിയാണ് അത്ര വലിയ പാകിസ്ഥാനെതിരെ മത്സരം കളിക്കേണ്ടി വരത്തില്ല മിക്കവാറും. കളിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ കോമ്പിനേഷൻ തന്നെ നിലനിർത്താനാണ് സാധ്യത. കഴിഞ്ഞ ലോകകപ്പിലൊക്കെ പിന്നെ ഭയങ്കരമായി ബോളിങ്ങിനെ പിന്തുണയ്ക്കുന്ന പിച്ചുകളായിരുന്നു അമേരിക്കയിലെ പിച്ചുകൾ. അതിൽ ഭയങ്കരമായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന സമയത്തും ഈ ആളുകളെയൊക്കെ വീണ്ടും നമുക്ക് ഇറക്കേണ്ടി വരികയായിരുന്നു. അവിടെ ആകെ വിന്നിംഗ് കോമ്പിനേഷൻ വിന്നിംഗ് കോമ്പിനേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൽ ശിവൻ ദൂബെയൊക്കെ ഇപ്പം നമ്മൾ കണ്ടിരുന്നു അവസാന മത്സരത്തിലൊക്കെ അതുവരെ ഫോം ആവാത്ത ശിവൻ ദൂബെയൊക്കെ അവസാന മത്സരത്തിൽ അന്ന് സഞ്ജുവിന് അവസാനം കിട്ടാതെ പോയതും ശിവൻ ദുബെ അന്ന് ഫോം ആയതുകൊണ്ടാണ്. അതെ അന്ന് അക്ഷർ പട്ടേലും വന്ന് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ 1, 2, 3 കളികൾ പരാജയപ്പെട്ടത് കൊണ്ട് അങ്ങനെ ഈ കോമ്പിനേഷൻ മാറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. സഞ്ജു പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ടൈമിൽ പിന്നെ വാട്ടർ ബോയായി വരുന്നതും പിന്നീട് നമ്മൾ ഇന്ന് അദ്ദേഹത്തെ ഫീൽഡിലും കണ്ടു എന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ ടീമിൽ വരിക എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തെ സംബന്ധിച്ച് ഭയങ്കര ഒരിക്കലും ഇനി ഇഷാൻ കിഷന് പരിക്ക് പറ്റുക എന്നതല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി വേറെ ഓപ്ഷൻ ഇല്ല. ഇഷാൻ കിഷന് പരിക്ക് പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ ടീമിൽ കണക്കെടുക്കുമ്പോൾ ഇപ്പോൾ ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഹാർദിക് പാണ്ഡ്യയുണ്ട്, ശിവം ദുബെയുണ്ട്, അക്സർ പട്ടേലും വരുന്നുണ്ട്. 3 പേര് വന്നതോടുകൂടി 8ാം വരെ ബാറ്റിംഗ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഓൾറൗണ്ടർമാർ കൃത്യസമയത്ത് ഉപകരിക്കപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് കഴിഞ്ഞ കുറേ മത്സരങ്ങൾ നോക്കുമ്പോൾ ഇവരുടെ സാന്നിധ്യം എത്രത്തോളം ഗുണകരമാകുന്നു ടീമിന്? തീർച്ചയായിട്ടും ഇവരുടെ സാന്നിധ്യം ഒരുപാട് ഗുണകരമാണ്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ കണ്ടിട്ടുണ്ട്, ഹാർദിക് ഡെലിവറി ചെയ്യുന്നു. നമ്മൾ തോറ്റ മത്സരത്തിൽ പോലും ശിവൻ ദൂബെ ഒരു ഘട്ടത്തിൽ ക്രീസിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യ ജയിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ന്യൂസിലാൻഡിനെതിരെയുള്ള 4ാമത്തെ T20 അദ്ദേഹം അപ്രതീക്ഷിതമായി നിർഭാഗ്യകരമായിട്ടൊന്ന് റണ്ണൗട്ട് ആവുകയായിരുന്നു. ഓൾറൗണ്ടേഴ്സ് ടീമിലുണ്ടാകുന്നത് ഈ 3 ഓൾറൗണ്ടേഴ്സ് അവർ മാസ്റ്റർ ക്ലാസ് ഓൾറൗണ്ടേഴ്സാണ്. ഹാർദിക് പാണ്ഡ്യയെ വെല്ലാൻ ഇന്ന് ലോക ക്രിക്കറ്റിൽ മറ്റൊരു ഓൾറൗണ്ടർ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അക്സർ പട്ടേൽ, അതുപോലെ നമുക്ക് ഓപ്ഷൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവർ ഇന്നത്തെ മത്സരം തന്നെ വാഷിംഗ്ടൺ സുന്ദർ പുറത്തിരിക്കുകയാണ്. അതെ ഓൾറൗണ്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ പോലും നമ്മളിപ്പോൾ ഒരു വിക്കറ്റ് പോകുമ്പോൾ പോലും നമുക്കത് ഒരു 3 വിക്കറ്റ് പോകുമ്പോൾ പോലും നമുക്ക് വലിയൊരു ടെൻഷൻ അവിടെ ഇല്ല. ശരിക്കും സൂര്യ അവിടെ ഉണ്ട്. അതിനൊപ്പം തന്നെ അക്സർ വരെ, അല്ലെങ്കിൽ പിന്നെ അർഷദീപിന് മുമ്പ് അക്സർ ഇറങ്ങി, അക്സർ വരെ നമുക്ക് പ്രതീക്ഷകളുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഓൾറൗണ്ടേഴ്സ് ഈ T20 ടീമുകളിൽ ഉള്ളത് നല്ലതാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ വിന്നിംഗ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ബുംറ തിരിച്ചെത്തുമ്പോൾ സിറാജ് പുറത്തിരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത് ഒരു ചോദ്യചിഹ്നമാണ്. അടുത്ത മത്സരത്തിൽ ഈ ബുംറയും സിറാജും ഒരുമിച്ച് കളിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. എങ്കിൽ കൂടിയും T20 മത്സരത്തിൽ ഓൾറൗണ്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ പ്രാധാന്യമുള്ളതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലാണെങ്കിൽ നമുക്ക് സ്പെഷ്യലിസ്റ്റിനെ വേണം എന്ന് പറയാം. പക്ഷേ T20യിൽ നമുക്ക് ഏത് സമയത്തും ഇതുപോലുള്ള തകർച്ച ഒരു വലിയൊരു പാഠം തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു തകർച്ച നേരിടുന്ന സമയത്ത് ഒരു ഓൾറൗണ്ടർ ഉണ്ടെങ്കിൽ എന്നുള്ളത് ടീമിൻ്റെ കോമ്പിനേഷൻ നോക്കുമ്പോൾ, വിജയത്തിനെ നോക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഈ റിങ്കു സിംഗ് കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോട് കളിക്കണം എന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹം കിട്ടുന്ന അവസരം അടിച്ച് പാഴാക്കി കളയുന്ന കാര്യം. പക്ഷേ അദ്ദേഹം ഒരു വിന്നിംഗ് റൺ നേടിയിട്ടുണ്ട് എന്നതിനപ്പുറം ഫിനിഷറുടെ റോളിലേക്ക് അല്ലെങ്കിൽ ആ മധ്യനിരയിലേക്ക് വരുമ്പം കുറച്ചുകൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കേണ്ട സാഹചര്യമില്ല. ഇന്ന് ഹാർദിക് പാണ്ഡ്യയ്ക്കും
പിന്നെ ശിവൻ ദുബെക്കും ശിവൻ ദുബെക്ക് മുമ്പാണ് അദ്ദേഹം ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ മത്സരത്തിൽ എല്ലാ ബാറ്റർമാർക്കും പരാജയപ്പെട്ട ഒരു ഇടത്താണല്ലോ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മേലെ ശിവൻ ദുബെ കുറച്ചുകൂടി പിന്നെ അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുമ്പാണ് വരുന്നത്. ശിവൻ ദുബെ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഇന്നിങ്സ് ഇന്ന് കളിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തിലക് വർമ്മയെ പിന്നെയും അടിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു, പക്ഷേ തിലക് വർമ്മയും അവിടെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. സൂര്യകുമാർ യാദവ് അല്ലാതെ ഇന്ന് ഒരിടത്തും ഈ റെസ്പോൺസിബിൾ ഇന്നിങ്സ് കളിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പല പല സമയങ്ങളിലും സ്ലോവർ ബോൾ ഇട്ടിട്ടാണ് പിന്നെ ഈ ഷാൽക്യുക്കൊക്കെ ഇന്ത്യ വീഴ്ത്തുന്നത് കണ്ടത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം 140 കിലോമീറ്റർ പെർ അവറിൽ ഒരു പന്തെറിയുന്നു, പിന്നെ 120 കിലോമീറ്ററിൽ എറിയുന്നു. അങ്ങനെ പേസ് വേരിയേഷൻസ് വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഈ റൈഫിൾ ക്ലബ്ബാണ് എന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. നമ്മളിങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ബാറ്റോങ്ങി നിൽക്കുന്ന സമയത്ത് സ്ലോവർ ബോളുകൾ വരുന്ന സമയത്ത് അതിനെ ജഡ്ജ് എങ്ങനെ ചെയ്യാൻ നേരിടണം. പറ്റത്തില്ല. ഇപ്പോൾ ശിവൻ ദുബെക്ക് പറ്റിയത് അതാണ്. ശിവൻ ദുബെക്ക് അങ്ങനെയാണ്, ക്വിൻ്റൽ അടി അടിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അവർക്ക് മുമ്പിലേക്ക് ഇപ്പോൾ എതിരാളികൾ ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ നിസ്സഹായരായി പോവുക എന്ന് പറയുന്നത് പിന്നെ ഈ ബിഗ് ഹിറ്റേഴ്സായി പിന്നെ ഭയങ്കര ഭയങ്കര സ്പീഡ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് മുമ്പിലേക്ക് സ്ലോവർ ബോൾ വന്നാൽ നമ്മൾ ചൂളിപ്പോകുന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ പല കുറി പിന്നെ ഗ്രൗണ്ടിൽ കണ്ടു. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഈ ഒറ്റ മത്സരം കൊണ്ട് നമുക്ക് അങ്ങനെ റിങ്കു സിംഗിനെ എടുത്തു തള്ളാനൊന്നും കഴിയില്ല. റിങ്കു സിംഗിനെ പ്രതീക്ഷയോടുകൂടെ തന്നെ കൊണ്ടുവന്ന ആളാണ്. റിങ്കു സിംഗ് ഇല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ എന്ന തരത്തിൽ 2 ഫിനിഷർമാർ നമ്മുടെ ടീമിലുണ്ട്. അതുകൊണ്ട് അടുത്ത മത്സരങ്ങളിൽ നമ്മൾ പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്നത്തെ മത്സരത്തിൽ എനിക്കൊന്ന് അമേരിക്കക്ക് ആ ഒരു കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം അമേരിക്കക്കാണ് ടോസ് കിട്ടിയത്. അവരെന്നിട്ടും അവർക്കെന്ത് ചെയ്യണമെന്ന് അതെ, ധാരണ അവർ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് നമുക്കറിയാം ഇന്ത്യയെ പോലുള്ളൊരു ടീമിനെ, അതായത് എപ്പോഴും ഈ ലോകകപ്പിൽ മറ്റു ടീമുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ടീം ഇന്ത്യ തന്നെയായിരിക്കും. കാരണം ഇന്ത്യ ബാറ്റ്സ്മാൻമാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പം ടോസ് കിട്ടി ഇന്ത്യയെ ബാറ്റിങ്ങിന് പറഞ്ഞേക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. അവർ പിന്നെ ഈ വേരിയേഷൻ സിസ്റ്റം പോലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബോളേഴ്സ് എന്ന് പറയുമ്പം വരുന്ന മത്സരങ്ങളിൽ മറ്റ് ടീമുകൾക്കും ഇന്ത്യക്കെതിരെ, കാരണം ഈ ലോകകപ്പ് നേടാൻ ഒരു 70% സാധ്യതയും ഇന്ത്യയാണുള്ളത്. ഇന്ത്യയും മറ്റ് ടീമുകളും എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ T20 സമവാക്യങ്ങൾ. അപ്പോൾ മറ്റ് ടീമുകൾക്ക് പയറ്റാവുന്ന ഒരു തന്ത്രം തന്നെയാണ് അമേരിക്ക ഈ മത്സരത്തിൽ പയറ്റിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞൻ ടീമുകൾ എന്നൊരു സാധനം 2020 ക്രിക്കറ്റിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത നമീബിയക്കെതിരെയാണ്. അതിന് വലിയ പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നു. നെതർലൻഡ്സ് അല്ല, നമ്മൾ നെതർലൻഡ്സ് ആണ് നെതർലൻഡ്സ് ഇനിയിപ്പോൾ പാകിസ്ഥാൻ ഗ്രൂപ്പിൽ വേഴ്സസ് വെല്ലുവിളി നെതർലൻഡ്സ് ഉയർത്താൻ പോകുന്ന ഒരു ടീമും. പാകിസ്ഥാനെതിരെ പിന്നെ മത്സരം കളിക്കേണ്ടതില്ല എന്നുള്ള. പക്ഷേ അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ അമേരിക്ക കഴിഞ്ഞ ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച അതെ, ടീമാണ് എന്നുകൂടി നമ്മൾ അവരുടെ മറന്നുപോയത്. നാട്ടിൽ അതുകൊണ്ട് അമേരിക്കയെ ഇനിയൊരു കുഞ്ഞൻ ടീമായിട്ട് കാണേണ്ടതുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അല്ല, അവരുടെ ആരോൺ ജോൺസ് ഒന്നും ഈ പ്രാവശ്യം ഇല്ല. ഇല്ല, കഴിഞ്ഞ അദ്ദേഹത്തിന് പ്രാവശ്യം വിലക്ക് അതെ, ICCയുടെ വിലക്ക് വിലക്കുണ്ടായിരുന്നു. വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇല്ലാത്തത്. രണ്ടാമത്തെ കാര്യം, സൂപ്പർ 8 മുതലാണ് ശരിക്കുള്ള മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ മത്സരം ഒരു ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ, അതോ ഇത് ഒരു തുടക്കത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്നാണോ കരുതേണ്ടത്? ഇതിൽ ഈ മത്സരം തോറ്റാൽ പോലും ഞങ്ങൾ നേരത്തെ ഇരുന്ന് ഇവിടെ ചർച്ച ചെയ്യായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഖത്തർ ലോകകപ്പ് കാണുന്ന സമയത്ത് സൗദി അറേബ്യയോട് തോറ്റ അർജന്റീന നമ്മളിന്ന് തോറ്റാൽ നമ്മൾ അങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുക. കാരണം ഒരു കുഞ്ഞൻ ടീമിനോട് തോറ്റ് നമ്മൾ തുടങ്ങുന്നു, നമ്മുടെ പിന്നെ പിഴവുകൾ മുഴുവൻ നമുക്ക് മനസ്സിലാവുന്നു. ഈ കളി ജയിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ പിഴവുകളൊക്കെ ഏറെക്കുറെ ഗൗതം ഗംഭീർ പിന്നെ ഭയങ്കര വിക്കറ്റുകൾ ഇങ്ങനെ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ക്യാമറ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തിരിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹാർദിക് പാണ്ഡ്യ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. ഹാർദിക് പാണ്ഡ്യ പിന്നെ ഇങ്ങനത്തെ പ്രഷർ സിറ്റുവേഷനിലൊക്കെ ഭയങ്കരമായി അടിച്ച് ആ സമ്മർദ്ദത്തെ മുഴുവൻ ഗാലറിയിലേക്ക് എത്തിക്കുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഹാർദിക് പാണ്ഡ്യ പോലും അത്രയും വലിയൊരു ഷോട്ടിന് മുതിർന്നിട്ടാണ് പിന്നെ പുറത്താവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് കുഞ്ഞൻ ടീമാണ് എന്നുള്ളതൊരു പ്രഷറാണ് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം 4-5 വിക്കറ്റുകൾ പോകുന്ന സമയത്ത് കൂട്ടത്തകർച്ച നേരിട്ടാൽ എന്താകും എന്നർത്ഥത്തിൽ അവിടെ സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ച പിന്നെ ആ മനോഹരമായ ഇന്നിങ്സ്. അപ്പോൾ ഓരോ കളിയിലും പിന്നെ റെസ്പോൺസിബിളായി കളിക്കുന്ന താരങ്ങൾ ഉണ്ടാകട്ടെ. അങ്ങനെ എക്സ്പോസ്ഡ് ആയി എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ T20 ലോകകപ്പ് മുതൽ ഈ T20 ലോകകപ്പ് വരെ 9 സീരീസ് ജയിച്ച് ഒരൊറ്റ പരമ്പര തോൽക്കാത്ത ടൂർണമെൻറ്റുകൾ മുഴുവൻ ജയിച്ചൊരു ടീം ഒന്നാം മത്സരത്തിൽ എക്സ്പോസ്ഡ് ആയി എന്നൊന്നും ഇന്ത്യയുടെ വിലയിരുത്താനായിട്ടില്ല. ബാറ്റിംഗ് നിര എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നെ ഒരു വേക്കപ്പ് കോള് തന്നെ ഇന്ത്യക്ക് വന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ക്ലാസിക് എക്സാമ്പിൾ ആമയും മൊയലിൻ്റെ ഒക്കെ കഥ നമ്മൾ പറയാറുണ്ട്. കാരണം ഇന്ത്യ അത്രയും ആ മൊയലിൻ്റെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ലോകകപ്പിലേക്ക് വന്നത്. പക്ഷേ നമ്മൾ ആമയും മൊയലിൻ്റെ കഥ പറയുമ്പോൾ മൊയൽ വളരെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നു, ഒരുപാട് ദൂരം ഓടി അവിടെ നിന്നിട്ട് പിന്നെ വിശ്രമിക്കുന്നു. മൊയൽ ആമ വളരെ പതുക്കെ എത്തി ആ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തുന്നു. അപ്പം ശരിക്കും മൊയലിനൊരു വേക്കപ്പ് കോള് തന്നെയാണ്. കാരണം അങ്ങനെ പിന്നെ ആരെയും കുഞ്ഞന്മാരായി കാണാൻ പാടില്ല, ആരെയും ചെറുതായി യെസ്. കാണാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു വേക്കപ്പ് കോൾ, ഒരു മിനി എക്സ്പോഷറെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ സന്നാഹ മത്സരത്തിൽ നിന്ന് കിട്ടാത്ത വലിയൊരു പാഠം ആദ്യ മത്സരത്തിലൂടെ ഇന്ത്യ നേടി എന്നുള്ളതാണ്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ മുൻനിര എങ്ങനെ തകർന്നാലും ഒരു രക്ഷകൻ അവതരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഒന്നുകൂടി വിശ്വസിക്കാം. ഇന്ന് സൂര്യകുമാർ യാദവ് ആയിരുന്നെങ്കിൽ നാളെ മറ്റൊരു താരമായിരിക്കും. എന്തായാലും ഈ ഇന്ത്യൻ ടീമിനെ
ഒരിക്കലും എഴുതത്തള്ളാൻ കഴിയില്ല. അത്രമാത്രം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും സന്തുലിതമായിട്ടുള്ളൊരു ടീം എന്ന നിലയിൽ ഇന്ത്യ ബഹുദൂരം മുന്നേറും തന്നെയാണ് നമുക്ക് ആദ്യ മത്സരത്തിൽ കഴിയുമ്പോൾ പറയാനുള്ളത്. തുടർ മത്സരങ്ങളുമായി വീണ്ടും കാണാൻ ടാക്ടിക്സിൽ മറ്റൊരു ദിവസം.